വിശപ്പായല്ലേ? ഞാൻ ഇത്തിരി താമസിച്ചു പോയി. ഇഡ്ഡലി ഉണ്ട്, ചട്നി ഉണ്ട്, എന്ന് വെച്ചാൽ കഴിക്കുക. നല്ല പുട്ടായിരുന്നു. പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഇഡ്ഡലി ആക്കിയത്. നിന്നോട് പൈസ ചോദിച്ചിട്ട് നീ കൊടുത്താ? നീ കൊടുത്തില്ല. നീ അവിടെ കിടന്ന് സിനിമാറ്റിക് ഡാൻസ് കളിച്ചില്ലേ? പുള്ളിക്കാരെ കണ്ട ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണത്. അങ്ങനെ എല്ലാ ദിവസവും 3 നേരം വരൂല. ഇതാരാണത്? എനിക്കറിയാമല്ലോ. പുള്ളി എന്തായാലും കൊണ്ടുവന്ന് കൊടുക്കണ്ടല്ലോ ഭക്ഷണം. അങ്ങനെ നല്ല മനസ്സുള്ള ഒരാളല്ല. എന്താണത് ചേട്ടാ? അതെ എടോ, അയാളില്ലേ സ്ഥിരമായിട്ട് അവർക്ക് ആ സ്ത്രീകളും ആ പൈസയിലേ അവർക്ക് കൊണ്ടിട്ട് ഡെയിലി ഭക്ഷണം കൊടുക്കേണ്ട അയാള്. അതിന് ഭക്ഷണം കൊടുക്കട്ടെ. നിങ്ങൾ ഇതിന് ഒളിക്യാമറയിൽ പകർത്തുന്നത് എന്തിനാണ്? ഇത് കുളിസീനൊന്നും അല്ലല്ലോ എടുക്കാനായിട്ട്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ട് അത് വൈറലാവും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളി നല്ല കാര്യമല്ലേ ചെയ്യണത്? അത് നാട്ടുകാരെ അറിയേണ്ട നല്ലൊരു. എടാ, യൂട്യൂബ് ചാനൽ ഇടണമെങ്കിൽ അങ്ങയുടെ പെർമിഷൻ വേണം. ചുമ്മാ ചോദിച്ചിട്ട് എടുക്കല്ലേ. അങ്ങനെ നല്ല മനുഷ്യനാണ് നമ്മൾ പറയുകയും ചെയ്തില്ലടാ. സമ്മതിക്കില്ല ഉറപ്പാ. അവർക്കൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കണതേ നല്ല മനസ്സുള്ള ആളാണ്. അങ്ങനെയുള്ള ഇപ്പൊ യൂട്യൂബിലിട്ട വൈറലാകും. പക്ഷെ അതങ്ങോട്ട് ചോദിക്കണം. നമസ്കാരം സാറേ. ഞങ്ങള് ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നാണ് സാറേ. ഞങ്ങൾ നേരത്തെ അവിടെ വെച്ച് കണ്ടിരുന്നു. ആ യാചകർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ എപ്പോഴും കൊടുക്കുന്നല്ലോ സാർ. ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് സാർ. എൻ്റെ ഒരു ഫ്രണ്ടാണ് അഭിലാഷ്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ സാറിന്റെ ഈ ഒരു പുണ്യപ്രവർത്തികൾ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് പബ്ലിസിറ്റി ചെയ്തിട്ട് സാറിനൊരു റീച്ച് ഉണ്ടാക്കി തരാം. മാധ്യമരംഗത്തേക്ക് ഒരിക്കലും നമ്മൾ അതൊരു പോപ്പുലർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രകടനമല്ല. അങ്ങനെയല്ല സാർ. ഇപ്പൊ എല്ലാവരും നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്താലും യൂട്യൂബിലൂടെ കാണിച്ച് അതിലൂടെ ആരും കാണാതെ റീച്ച് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങള് ലോട്ടറി എടുത്തിട്ട് ഗ്യാങ് കൂടി ലോട്ടറി എടുക്കുന്ന ഒരു ടീമുണ്ട്. അവർക്കൊരു ക്ലബ്ബുണ്ട്. അപ്പൊ ആ ക്ലബിന്റെ ഒരു ആദരവ് സ്വീകരിക്കാൻ വേണ്ടി സാറും വൈഫും ഞാൻ വരാം. പക്ഷെ അതിനകത്ത് ഫോട്ടോ എടുക്കലോ അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ല. ഞാൻ അവിടെ നോക്കി, അവിടെ കണ്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടി ഇവിടെ വന്നിരിക്കണേണെന്ന് കരുതി. നമ്മളൊരു ജോലി ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കണ്ടേ? അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നല്ലേ കിട്ടേണ്ടത്. ഇപ്പൊ എന്തുണ്ട് കളക്ഷൻ? 10-25 രൂപ. നാളെ ഉണ്ടോ തന്തേ? നാളെ ഉണ്ടോ തള്ളേ നിങ്ങൾക്ക്? എടോ, ഞാൻ നിങ്ങൾക്ക് രാവിലെ പോലെ ഇഡ്ഡി മുതൽ പുട്ടും പൊറോട്ടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉച്ചക്ക് മീൻകറിയും മീൽസും ഉണ്ടാക്കി തരുന്നുണ്ട്. വണ്ടി ഓടിച്ചു വരുന്നുണ്ട് ഞാൻ. ആ സാധനം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന്റെ കളക്ഷൻ മുഴുവൻ നിങ്ങൾക്ക് ഉണ്ടാക്കണ്ട പറ്റണ്ട. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അവിടെ കിടന്ന് ഉറങ്ങണം? ഇവിടെ വന്ന് സുഖിച്ചിരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്തയുടെ തള്ളയണമെന്ന് ഞാൻ ആലോചിക്കില്ല. രണ്ടരെ കൂടി കല്ലും കിട്ടി ഞാൻ കായലിൽ കൊണ്ട് താത്തും ഞാൻ. കേക്കട്ടാ? ഇത്രയും വർഷം ഇവനെ പെറ്റു വളർത്തി തിന്നാൻ കൊടുത്ത് പോറ്റി. ആ തിന്നാൻ കൊടുത്ത നേരത്ത് ഈ പട്ടിക്കായിരുന്നു അത് കൊടുത്തിരുന്നെങ്കിൽ അവനേക്കാൾ നന്ദി ഈ പട്ടിക്ക് ഉണ്ടായേനെ. നന്ദി കെട്ട പട്ടി.